മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജയിൽ. കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്ന് പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് ഹാജരാക്കി. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്നാം ബലാത്സംഗ കേസിൽ ഇപ്പോൾ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11:30 ഈ കാണുന്ന AR ക്യാമ്പിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ വലിയ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. അതിനുശേഷം വീണ്ടും നേരെ 1:30 വീണ്ടും AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം 1:30 വീണ്ടും പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി. അവിടെ നിന്നാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നേരെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും ഈ മൂന്നാം ബലാത്സംഗ കേസിൽ നാളെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി നാളെ വീണ്ടും രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. രാഹുലിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ ഹാജരാകും. ജയിൽ മാറ്റത്തിനുള്ള അപേക്ഷകളൊന്നും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് രാഹുലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. ഏതായാലും മൂന്നാം ബലാത്സംഗ കേസിലാണ് രാഹുലിന്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കുന്നത്. രാഹുലിന് നാളെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് SIT കൂടുതൽ സമയം ചോദിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ രാഹുൽ ഒരു തരത്തിലും SITയുമായി സഹകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ദിവസം കസ്റ്റഡി കാലാവധി നീട്ടണം എന്നൊരാവശ്യം SIT മുന്നോട്ട് വെക്കാതിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലേഷ് കാഞ്ഞികാവിനൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1.